ഉണ്ടാകുക. പക്ഷെ കമ്പാരിറ്റീവ്ലി സ്റ്റോക്ക്, ക്രിപ്റ്റോ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഫോറക്സ് ആണ് ഏറ്റവും വലിയ മാർക്കറ്റ്. അതുപോലെ തന്നെ ഒരു ലെജിറ്റ് മാർക്കറ്റുമാണ്. അപ്പോൾ നമുക്ക് അതിൽ പല കമ്മോഡിറ്റി ആവട്ടെ കറൻസി ആവട്ടെ ലിക്വിഡിറ്റി കൂടുതലുള്ള കറൻസീസും കമ്മോഡിറ്റീസും ഉണ്ട്. അപ്പോൾ ലിക്വിഡിറ്റി എന്താണ്, അതുപോലെ തന്നെ ഈ കറൻസീസ് കമ്മോഡിറ്റീസൊക്കെ നിങ്ങൾ ഇത് പഠിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കറക്റ്റ് ഒരു ചാനൽ നോക്കിയിട്ട് കുത്തിരുന്ന് പഠിക്കാം. അപ്പോൾ യൂട്യൂബിൽ പല ആൾക്കാരും പല വീഡിയോസും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കുത്തിരുന്ന് പഠിക്കാം. അതിപ്പോൾ ഫസ്റ്റത്തെ ഒരു വീക്ക് നല്ല ചടുപ്പുണ്ടാവും, പക്ഷെ ആ ചടുപ്പൊക്കെ മാറ്റി കുത്തിരുന്ന് പഠിക്കാൻ കഴിയുന്നവർക്കാണ് ഇതിൽ സക്സസ് ആവാൻ കഴിയുക. അപ്പോൾ എന്താക്കുക, നിങ്ങൾ ആ ചടുപ്പൊക്കെ മാറ്റി കുത്തിരുന്ന് ഡിസിപ്ലിനായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇതിൽ സക്സസ് ആവും. അതുപോലെ തന്നെ പേഷ്യൻസ് മെയിനായിട്ട് വേണം. കാരണം ഒരു ക്ഷമല്ലാത്ത ഒരാൾക്ക് എന്താ വെച്ചാൽ ഗ്രീഡ് ഉണ്ടാവും. ഗ്രീഡ് അതുപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ്. ഈ ഗ്രീഡ് പേഷ്യൻസ് ഒന്നും ഇല്ലാത്ത ഒരാൾ ട്രേഡ് ചെയ്യാൻ നിന്നാൽ അവരിപ്പോൾ ഒരു $100 ഇട്ടിട്ട് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഒരു $10 ലോസോ അല്ല ഒരു $5 ലോസോ വന്നാൽ അവരെന്താക്കും, അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അവരെന്താക്കും, നല്ല വൃത്തിക്ക് എന്താക്കും, ഇനി ഈ പോയ 5 എന്തായാലും തിരിച്ചു പിടിക്കും, അതെനിക്ക് നിർബന്ധമാണ്, എന്നാലേ ഞാൻ പോവും, അല്ലെങ്കിൽ ഞാൻ പരിപാടി നിർത്തൂല വിചാരിച്ച് ട്രേഡ് ചെയ്തിട്ടുണ്ടാകും ഉള്ള $100 വാഷ് ഔട്ടോ. അപ്പോൾ അതിനെ കൊണ്ടൊക്കെയാണ് നമ്മൾ കറക്റ്റായിട്ട് കുത്തിരുന്ന് സൈക്കോളജി, അതായത് മൈൻഡ് സെറ്റിൽ മെയിനാണ് ട്രേഡിങ്ങിൽ. നിങ്ങൾ മൈൻഡ് സെറ്റ് റെഡിയാക്കണം. അതുപോലെ തന്നെ ഡിസിപ്ലിൻ വേണം. അതുപോലെ തന്നെ പേഷ്യൻസ് വേണം, കൺസിസ്റ്റൻസി വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ കഴിയും. ഇതൊക്കെ ബിൽഡ് ചെയ്തെടുക്കാനാണ് ഈ ഒരു ഫസ്റ്റ് 1 ഇയർ എന്ന് പറയുന്നത്. അതായത് ഇതിൽ നമ്മൾ റിയൽ ക്യാഷ് ഇട്ട് ചെയ്യേണ്ടതെന്നല്ല, റിയൽ ക്യാഷ് ഇട്ട് ചെയ്യേണ്ട ടൈമുണ്ട്. അത് ഈ ഒരു 1 ഇയറിൽ നമ്മൾ റിയൽ ക്യാഷ് ഇട്ട് ചെയ്യേണ്ട ടൈം വരും. അത് ഫസ്റ്റ് നിങ്ങൾ എന്താക്കുക, ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് പഠിക്കുക. ഡെമോ അക്കൗണ്ട് നമ്മളെ സ്വന്തം പൈസ എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ടാക്കുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് ജേണൽ ചെയ്ത് ട്രേഡ് പഠിക്കുക. പിന്നെ സ്ട്രാറ്റജി, ഇപ്പം നിങ്ങൾ നോക്കിയാൽ 100 കണക്കിന് സ്ട്രാറ്റജി നിങ്ങൾക്ക് കിട്ടും. ICT, SMC അങ്ങനെ 100 ഉണ്ട്. ഇപ്പം നമ്മളെ ഇതിൽ നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ നമ്മൾ പഠിക്കാനുള്ള സ്ട്രാറ്റജി. അല്ലെ സ്വന്തമായിട്ട് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക, കറക്റ്റാണെന്ന് തോന്നുന്ന ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ഒന്ന് ഫോക്കസ് ചെയ്യുക. കുറേ സ്ട്രാറ്റജി നോക്കിയിട്ട് ഇത് പ്രോഫിറ്റ് ആയിട്ടുണ്ട്, അത് പ്രോഫിറ്റ് ആയിട്ടുണ്ട് എല്ലാം പഠിക്കാണ്ട് എന്താക്കുക, ഒന്ന് ഫോക്കസ് ആയി അങ്ങനെ അത്രയും പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് അത്രയും മനസ്സിലാവുന്ന ഒരു സ്ട്രാറ്റജി ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് ഫോമോ ഒഴിവാക്കും. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അതായത് ഈ ഒരു എൻട്രിക്ക് പോയാൽ ഞാൻ എന്താക്കും, അല്ല ഇപ്പം ഞാൻ എൻട്രി ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലോ കറക്റ്റ് എൻട്രി വരുന്നതിനുള്ള അത് ഒഴിവാക്കിയിട്ട് എന്താക്കുക, അതൊക്കെ നിങ്ങൾ ട്രേഡിങ് പഠിക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. അതായത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് കറക്റ്റ് കുത്തിരുന്ന് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഓൾക്ക് എന്താ സക്സസ്ഫുൾ ആയിട്ട് പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരു ട്രേഡിങ്ങിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഒഴിവാക്കേണ്ടതെന്ന് വെച്ചാൽ 10-20 ആക്കുക എന്നുള്ള മൈൻഡാണെങ്കിൽ തുടങ്ങിയേ വേണ്ട, നിങ്ങൾ രക്ഷപ്പെടില്ല, ഉറപ്പാണ്. പിന്നൊന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് പഠിച്ച് നാളെ പ്രോഫിറ്റബിൾ ട്രേഡർ ആവാന്നുള്ള വിചാരം കൊണ്ട് വരികയാണെങ്കിൽ നടക്കൂല, ഉറപ്പാണ്.